ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് തലയണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്ന സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി സ്പോഞ്ച് നന്നായി നുള്ളിയെടുക്കുക, അതായത് ചെറുങ്ങനെ അരിഞ്ഞ് വറവിനെല്ലാം മുറിക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു വേസ്റ്റായ തുണി കൊണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്ക് നരിക്കുകയാണ് വേണ്ടത്. അതിനായി ഞാൻ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നൂലൊന്നും വലിയ മൈൻഡാക്കേണ്ട, ഇത് അടിയിലത്തെ കവറല്ലേ, അപ്പോൾ വേസ്റ്റായിട്ടുള്ള തുണി മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. നല്ല തുണിയൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് വേസ്റ്റായ തുണിയൊക്കെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങിക്കൂടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഇനി നമ്മൾ നുള്ളിയിട്ട ഈ സ്പോഞ്ച് ഇതിലേക്ക് നരിക്കണം. അതായത് നമ്മൾ പണ്ടത്തെ ഉന്നക്കടക്കില്ല, അതെല്ലാം പോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോ. അപ്പോൾ വെറുതെയുള്ള സ്പോഞ്ചൊന്നും ആരും എടുത്ത് ചാടി കളയണ്ട. ഇതേപോലെ നല്ല യൂസ്ഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു തലയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ആക്കിയതിനെ, കാരണം ഒരു തലയാണിയിൽ ഞാൻ നിർത്തുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കാരണം ഇല്ലായിട്ടല്ല, പക്ഷേ അതിലൊരു സുഖം വേറെ തന്നെയാണ്. സ്പോഞ്ച് കൊണ്ട് ഉപയോഗിച്ചാൽ അത് മനസ്സിലായിക്കൊണ്ടാണ് നമ്മൾ ഒരുപാടാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, നമ്മൾ 4 ആളേ ഉള്ളൂ, 4 ആൾക്ക് വേണ്ടിയിട്ടുള്ള ആക്കുന്നത്. ഇതിപ്പോൾ ചെറിയ തോതിലാണ് ആക്കിയത്. ആദ്യം ഒന്ന് സാമ്പിളൊന്ന് ആക്കി നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡ് ഇതേപോലെ അടിച്ചു കൊടുത്തു. നല്ലൊരു തലയാണിയാക്കി കിട്ടിയില്ല. ഇതാ ഒരു ഏകദേശം നമ്മളെ ഇത് ഞാൻ ചെറിയൊരു തലകാണിയാക്കിയത്, അതൊരു സാമ്പിളാക്കിയോ നോക്കിയതാണ്. അതായത് സോഫേൻ്റെ കുഷനിലെല്ലാം വെക്കാൻ പറ്റിയ പോലത്തെ ആക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കവർ, ഇനി ഉള്ളിലത്തെ കവർ, അത് വടക്കായ തുണിയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ പുറമേ ഉള്ള കവർ കുറച്ച് നന്നായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതിന് അളവെടുത്തു, അതിനുള്ള കവറാണ് അടിക്കുന്നത് അടുത്തത്. അപ്പോൾ നന്നായി അതും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ 2 സൈഡ് അടിക്കണം. വളരെ സിമ്പിളാണ്. എത്ര മെഷീൻ അറിയാത്തവർക്കും ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ അടിപൊളി തലയാണി കിട്ടി. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം അളവെടുത്ത് നോക്കുകയെന്നെ. അപ്പോൾ ഇങ്ങനെയല്ല സാധാരണ ഇത് മറിച്ചിട്ടിട്ടുള്ളത്, ഇതിൻ്റെ കവറ് അങ്ങനെയല്ല ചെയ്യേണ്ടത്, തിരിച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ അളവെടുത്ത് നോക്കുന്നതാണ്. നിങ്ങൾ ഇതേപോലെ നല്ല കറക്റ്റ് അളവെടുത്തിട്ട് നോക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ തുണി വേസ്റ്റ് ആയി പോകൂലേ. അപ്പോൾ അളവെടുത്ത് നോക്കിയിട്ട് വേണം ഇതേപോലെ കവർ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ആയിന്, അത് ഒന്നും കൂടി ഞാൻ എന്നിട്ട് ഇതാക്കി നോക്കി, പക്ഷേ അതായിട്ടില്ല. അപ്പോൾ നല്ല അളവ് കൃത്യമായിട്ട് ചെയ്തതാണെങ്കിൽ ഇത്ര റിസ്ക് ഇല്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഡെമോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തലയാണി ഉറ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തലയാണി ഉറ കൂട്ടത്തോടെ കൂട്ടി അടിക്കുക ചെയ്യുന്നത്. അഥവാ ഇത് അഴുക്കലായിട്ടുണ്ടെങ്കിൽ ആ തുന്നെ കഴിച്ചിട്ടിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി തലകാണിയല്ലേ. തലയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക, തലയാണ് അങ്ങനെ എന്തെങ്കിലും അല്ലേ, പില്ലോ പറയാം. അപ്പോൾ നല്ലൊരു പില്ലോ നമുക്ക് തയ്യാറായിട്ടുണ്ട്. ഇത് കിടക്കാനല്ല സത്യത്തിൽ ഞാൻ ചെയ്തത്, ഇത് കുഷ്യന്, അതായത് സോഫേൻ്റെ കുഷ്യന് വേണ്ടിയിട്ടാണ് ചെയ്തത്. കുഷ്യനായിട്ട് നമുക്ക് യൂസ് ചെയ്തൂടെ, പിന്നെ ഇരിക്കാനൊക്കെ ചെയറിൽ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഇത് ചെറിയൊരു സാമ്പിളാണ് ആക്കുന്നത്. നമ്മൾ സിമ്പിളായി തലയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.